എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പോൾ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ചാനലിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മണിയറെ അലങ്കരിച്ചോണ്ടിരിക്കുകയാണ് ആകാശം ധർമ്മനും കൂടെ കൂട്ട്. പിന്നീട് ധർമ്മം പറഞ്ഞു, ഒരു പണി കൊടുക്കണ്ടേടാ ആകാശം ചോദിക്കുക. അത് ശരിയാ, പക്ഷെ എന്ത് പണി കൊടുക്കും? ഒരു കാര്യം ചെയ്താലോ മാമ, നമുക്ക് കുറെ സീരിയൽ ബൾബ് വരെ അവിടെ സെറ്റ് ചെയ്താലോ. എടാ, സീരിയൽ ബൾബ് സെറ്റ് ചെയ്ത് അതെങ്ങാനും വല്ല പൊട്ടിത്തെറിച്ച് വല്ല അപകടം ഉണ്ടായാലോ. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, അതൊന്നും വേണ്ടാന്ന് പറയണം. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ആര്യനും കൂടെ കയറി വരുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കട്ടിലൊക്കെ ഒന്ന് അലങ്കരിച്ചാൽ മാത്രം മതി. കട്ടിലൊക്കെ ഒന്ന് അലങ്കരിച്ച് ഒന്നുകൂടെ പഴങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാന്ന് പറയണം. അത് ശരിയാ, എന്നാ അങ്ങനെ ചെയ്യാന്ന് പറയണം. അങ്ങനെ ആരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹേർട്ട് വരയ്ക്കാന്ന് പറയണം. അങ്ങനെ ഒരു ഹേർട്ട് വരയ്ക്കുവാണ്. ഹേർട്ടൊക്കെ വരച്ച് പൂവും കൊണ്ട് അതെല്ലാം നല്ല നന്നായിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുവാണ്. എങ്ങനെയുണ്ട്, സെറ്റപ്പ് ആയില്ലെന്ന് ചോദിക്കാം. സൂപ്പറാന്ന് പറയണം. ധർമ്മന്റെ ഓരോ പ്രവർത്തികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ചോദിച്ചു, അല്ല മാമന്റെ ഇത് കണ്ടിട്ട് മാമന്റെ ആദരയാത്രയാന്ന് തോന്നുന്നല്ലോ, ഒന്ന് പോടാ അവിടുന്ന്. അതെ മാമൻ എന്താ? അതെ മാമൻ അതിനുമാത്രം പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ പ്രായമൊന്നും ആയില്ല പോലും. എന്താ മാമ? പിന്നെ എന്നെ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയണ. കളിയാക്കിയതല്ല, അതേ മാമനെ കണ്ട എപ്പോഴും ചെറുപ്പമല്ലേന്ന് ചോദിക്കും. ആണോ? അങ്ങനെയാണ് നാളെ മുതൽ ഞാനേ കോളേജിന്റെ അവിടെ എവിടെയും പോയിരിക്കാം. അപ്പൊ പെൺപിള്ളേര് വരുമ്പോ എനിക്ക് വായി നോക്കാലോ പറയാം. കൊള്ളാം കൊള്ളാം. അല്ല മാമൻ എങ്ങനത്തെ പെൺകുട്ടിനെ കിട്ടണമെന്ന് ആഗ്രഹം? എടാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. എന്റെ ആഗ്രഹങ്ങൾ അത്ര വലുതൊന്നും അല്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കിട്ടിയാൽ മതി. മാമൻ ധൈര്യമായിട്ടിരിക്കുക. ഈ ആര്യം മാമന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തി തരും എന്നൊക്കെ ആര്യം പറയണം. ആകാശ് പറഞ്ഞ് നടന്നത് തന്നെ എന്ന് പറയണം. പിന്നീട് വാ, നമ്മളുടെ ഇവിടെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ധർമ്മം ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആനന്ദിനെ പിടിച്ചെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻ. കാരണം കുടുംബം തുടങ്ങുവാണ്. അപ്പൊ കുടുംബത്തെക്കുറിച്ചുള്ള വലിയൊരു പാഠം തന്നെ അങ്ങോട്ട് പഠിപ്പിച്ചു വിടുവാണ്. പിന്നീട് ആനന്ദിനോട് പറഞ്ഞു, സൂക്ഷിച്ചു വേണം ഒരു കുടുംബം അമ്മ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. നമ്മളത് വീണൊടയാതെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഈ അളിയൻ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ആദ്യരാത്രിയായിട്ട് അവനെ മുറിയിലേക്ക് വിടാനുള്ളതിന്. ആ സമയം ധർമ്മയോട് നിന്ന് കൈ കാണിക്കുവാണ് ആനന്ദിനോട് എഴുന്നേറ്റ് വരാൻ. ആനന്ദ് കണ്ണു കാണിച്ച് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. കുറെ സമയം ധർമ്മം നോക്കി, എന്നിട്ടും വിടുന്നില്ല. ഇതെന്ന് മിക്കവാറും ഫസ്റ്റ് നൈറ്റ് മിക്കവാറും നേരം വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. എന്നാലും വിടുമെന്ന് തോന്നില്ല. അളിയൻ ഇത് എന്തിന്റെ കേടാ? അളിയന്റെ ഒരു ഉപദേശം കൊടുക്കാൻ കണ്ട രാത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ആര്യനെ അങ്ങോട്ട് വന്നു. എന്താടാ? അല്ല എന്താ മാമ നിൽക്കണേ? തെങ്ങ് നോക്ക്. അളിയൻ എപ്പം തുടങ്ങിയ ഉപദേശമാണെന്ന് തോന്നേ. ഇതിനിങ്ങ് തീരുന്ന ലക്ഷണം കാണുന്നില്ല. ഇനി ഒരു 3 മണിക്കൂറും കൂടെ താമസിക്കുമെന്ന് തോന്നേ. അവൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നാ പോരെന്ന് ചോദിക്കുക. അത് ശരിയാ, ആനന്ദേണ്ണ അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റുമോ? അച്ഛൻ പിടിച്ചു നിർത്തി ഉപദേശിക്കുമല്ലേ. കുടുംബത്തിന്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. പിന്നീട് ആനന്ദോട് ബാലൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ മുന്നോട്ട് പോയാലോ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കെട്ടിരുന്നൊക്കെ നടിക്കണം. പിന്നെ അറിയാലോ, നമ്മുടെ തലയിൽ കയറി നിറങ്ങാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കരുത്. അതിൻ്റെതായ രീതിക്ക് വേണം കൊണ്ടുനടക്കാൻ. ഒന്നും കൂടുതലോ ആയി പോയാലോ കുറവായി പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആര്യം പറഞ്ഞു, ഇത് ഇന്നത്തെ ദിവസം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. ആ സമയം ഗോമതി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഗോമതിയുടെയും ബാലിന്റെയും മുറിയിലിരിക്കുകയാണ്. മോള് ഇവിടെ ഇരിക്കുമായിരുന്നോ? അല്ലെ, മോള് വന്നേ മോളുടെ മുറിയിലേക്ക് കൊണ്ടാന്ന് പറയണം. ആ സമയത്ത് ശ്രീദേവിയെ നോക്കി ഗോമതിനെ. പിന്നീട് ഗോമതിയോട് ശ്രീദേവി പറഞ്ഞു, അല്ലമ്മേ ആനന്ദേട്ടൻ വന്നില്ല, അവനും വന്നോളും മോനെന്ന് പറയാം. അല്ല മോൾക്ക് ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ നിൽക്കും. ഇഷ്ടപ്പെട്ടു, വീട് ഇഷ്ടപ്പെട്ടു. വീടും ഇഷ്ടപ്പെട്ടു, വീട്ടിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടു. ബാലച്ചനെ അമ്മേനെ എല്ലാരും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ. ബാലച്ചനോ? അതാരാ മോളെ? അല്ല ഇവിടുത്തെ അച്ഛന്. ഓ ബാലേട്ടൻ, ബാലച്ചൻ അതാ പറഞ്ഞല്ലേ നിൽക്കും. അതേന്ന് പറയണ. എനിക്ക് ഈ വീട്ടിലെ അന്തരീക്ഷം എല്ലാം ഇഷ്ടപ്പെട്ടു. അതെ, പിന്നെ മോൾക്ക് എന്തേലും ഇവിടെ ഒരു കുറ്റമോ കുറവോ ഉണ്ടാ പറയണോ കേട്ടോ എന്ന് പറയണ. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞേ, എനിക്കിവിടെ ഒരു കുറവ് ഇല്ല, ഞാനൊരു കുറ്റം പറയത്തില്ല എന്ന് പറയണ. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ, അല്ല എനിക്കിവിടെ ഒരു കുറവ് ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്കിവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എനിക്കൊരു കുറ്റം പറയേണ്ടതായിട്ട് വരില്ല എന്ന് പറയണ. അങ്ങനെ വാ മോള് വാന്ന് പറയണ. അല്ലമ്മേ മുറിയിലേക്ക് പോകുമ്പോ ഈ പാലൊക്കെ, ആദ്യരാത്രി പാലൊക്കെ ആയിട്ട് പോന്നേ, അതൊക്കെ മുറി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവിടാൻ ചെന്ന് കഴിയുമ്പത്തിന് മുറി ഭയങ്കര പാട്ടും മേളും. ഇതാരപ്പാ ഇത്ര വലിയ പാട്ടും കൂത്തും ഒക്കെ നടത്തുന്നതെന്ന് ഓർത്തുകൊണ്ട് മുറി പതുക്കെ ഗോമതി തുറന്നു വെക്കുമ്പോഴത്തേനും ആകാശം മീനാക്ഷിയായിരുന്നു അവിടെ. കാരണം മീനാക്ഷിനെ എടുത്തുയർത്തി ആകാശം ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക മുറിയില്.
അപ്പൊ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മുറിയിലാണ്. അപ്പോഴാണ് അവരുടെ പാട്ടും ഡാൻസും പ്രണയ സല്ലാപവും ഒക്കെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഒരു നിമിഷം നോക്കി. ആകാശ് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആകാശം മീനാക്ഷിനെ താഴേക്കിടുവാണ്. മീനാക്ഷി എന്റെ നടുവ് പോയല്ലോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ഗോമതിനെയും ശ്രീദേവിനെയാണ്. രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുഖവും കൂടെ മാറി. അത് പിന്നെ അമ്മ ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് മനസ്സിലായി മനസ്സിലായി, തമാശയൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുക. നീ ആള് കൊള്ളാലോടി മീനെന്ന് പറയാണ്. അപ്പോഴേക്കും അവിടുന്ന് ആകാശ് ഓടി രക്ഷപ്പെടുവാണ്. നിന്റെ മനസ്സിൽ ഇത്ര പ്രണയമൊക്കെ ഉണ്ടായിരുന്ന? അല്ല, അത് പിന്നെ അമ്മ ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് വാ, നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയണ. പിന്നീട് ശ്രീദേവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ മോള് ഇവിടെ വന്ന് ഇരിക്കാൻ പറയണ. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു വരാൻ പറയണ. മീനാക്ഷി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോവാ. ഈ സമയം ശ്രീദേവി ഓർത്തു, അവരെന്തിനാ ഈ മുറി വന്നിട്ട് ഡാൻസും പാട്ടും ഒക്കെ? തന്റെ ആനന്ദേന്റെ ആദരാത്ര നടക്കേണ്ട മുറിയല്ലേ, ഈ മുറിയിലാണോ അവരുടെ പ്രണയം സല്ലാപമൊക്കെ എന്ന് കരുതിയിട്ട് ശ്രീദേവി ഒന്ന് മനസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ്. ഈ സമയം ഗോമതി മീനാക്ഷിയുടെ പുറകെ ചെന്ന് മീനാക്ഷിനെ കയ്യോടെ പിടികൂടി. നീ ആള് കേമിയാണല്ലോ, എന്താ അല്ല എന്ത് റൊമാൻറ്റിക് മൂഡിലായിരുന്നു അവിടെ കണ്ട് പാട്ടും ഡാൻസും ഒക്കെ. അത് പിന്നെ അമ്മേ ഞാൻ അതെ ഇത്ര പ്രണയം ഉണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയാൻ പറ്റായിരുന്നു. എന്ത് നിങ്ങൾ നമ്മൾ ഇത്ര പ്രണയത്തിലാന്ന്? കല്യാണം നാളെ അതിഗംഭീരമായിട്ട് ഇതുപോലെ തന്നെ നടത്തി തരുമായിരുന്നല്ലോ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മേന്ന് പറയണ. അതെന്താ, കല്യാണം നടന്നല്ലോ എന്ന് പറയാം. എന്നാലും കൊള്ളാം എന്ന് പറയണ. എന്താമേ, എനിക്കറിയാം മീനു നിന്റെ മനസ്സ്. നീ ഈ കുടുംബത്തിലെ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ഒരു ബലം. കാരണം ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യണമെന്ന് നീ പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷനും കണ്ടെത്തും. നീ ഈ കുടുംബത്തിലേക്ക് മരുമോളായിട്ട് വന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാന്ന് പറയണത്. നീയും ഇത്ര ഇപ്പാണ്ട് പുതിയൊരു പെൺകുട്ടിയും കൂടെ വന്നിരിക്കുന്നു. നിങ്ങൾ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറയാം. അത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, പിന്നെ അമ്മ എവിടെ പോകുന്നു? അമ്മയും വേണം ഞങ്ങളോടൊപ്പം. നമ്മളെല്ലാവരും കൂടെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കില്ലെന്ന് ചോദിക്കും. അത് ശരിയാ, അടിച്ചു പൊളിക്കുമെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലിരിക്കുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി മുറി ഇരുന്നിട്ട് മുഷിഞ്ഞു. ശ്രീദേവിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. ഈ ആന്തേണ്ണ എന്താ ഇതിലായിട്ടും വരാത്തെ എന്ന് കരുതി ശ്രീദേവി ഇരിക്കണം. ഉറക്കം വരാൻ തുടങ്ങി. പതുക്കെ ഒന്ന് കിടന്നേക്കാം എന്ന് കരുതിയിട്ട് ശ്രീദേവി എന്ത് ചെയ്യണം, അവിടെ അങ്ങോട്ട് കിടക്കുവാണ്. ആ സമയം ബാലന്റെ അടുത്തുനിന്ന് ആനന്ദിന് ഒരു മോചനം ഉണ്ടായി. ആനന്ദ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മ ചോദിച്ചു, എന്താ എന്റെ ആനന്ദ് ഇത്? നിന്റെ ആദരാത്ര എന്നുള്ള കാര്യം മറന്നുപോയോ? എന്റെ മാമ അതിന് അച്ഛൻ വരണ്ടേ? എടാ അളിയന്റെ ഉപദേശം കേട്ട് നീ ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിനക്ക് ഇങ്ങ് എഴുന്നേറ്റ് പോന്നാ പോരായിരുന്നോ? അത് പിന്നെ അച്ഛൻ കുടുംബത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ ആദ്യരാത്രിയിലല്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂല്യം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമെന്ന് ചോദിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യും, മുറിയിലേക്കല്ലേ? അല്ല മാമ, ഞാൻ മുറിയിലേക്ക് പോകണമെന്ന് ചോദിക്കാം. ആ സമയം ആകാശ് ചോദിച്ചാൽ അതെന്താ? അല്ല ഞാനിന്ന് മാമന്റെ കൂടെ ടെറസിൽ എന്താ വിട്ടോണെന്ന് പറയണം. അല്ല മാമ, ഞാൻ ടെറസിൽ നാളെ ഞാൻ മുറിയിലേക്ക് പോയിക്കോളാം. വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല, മര്യാദയ്ക്ക് മുറിയിലേക്ക് പോക്കോ. പിന്നീട് ആരിനോട് പറഞ്ഞു പിടിക്കടാന്ന് പറയണം. അങ്ങനെ ആരിനും ആകാശം എല്ലാവരും കൂടെ ചേർന്ന് കയ്യെ പിടിച്ച് ബലമായിട്ട് മുറിയിലേക്ക് കൊണ്ടേ തള്ളുവാണ് ആനന്ദിനെ. ആനന്ദോർത്തപ്പോ ശ്രീദേവി കാത്തിരിക്കുമല്ലേ. അപ്പൊ ആനന്ദം അകത്തേക്ക് എത്തി ഇങ്ങനെ നോക്കിയില്ല, കട്ടിലേക്ക് നോക്കാതെ ആനന്ദ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതെ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞില്ലേ, അത് കുറച്ച് ലേറ്റായി പോയി. അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കറിയാം ശ്രീദേവിക്ക് ബുദ്ധിമുട്ടായി കാണുമെന്ന്, എന്നോട് ക്ഷമിക്കട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് കട്ടിലേക്ക് ഇരിക്കുവാണ്. ഇരുന്ന് കഴിഞ്ഞിട്ട് ശ്രീദേവി ഒന്നും മിണ്ടുന്നില്ല. തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞു കിടക്കുന്നുണ്ടോ. അയ്യോ കിടക്കുവാണ്, എന്താ ഞാൻ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയാത്തെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ശ്രീദേവി ഉറങ്ങുവന്നു. അയ്യോ ഉറങ്ങിയോ? അയ്യോ ഞാൻ ശല്യം ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് ആനന്ദ് ഒരു സൈഡിൽ കിടക്കുവാണ്. ഒന്നും മയക്കഴിഞ്ഞ് ശ്രീദേവി ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആനന്ദ് അടുത്ത് കിടന്നു. അയ്യോ ആദ്യരാത്രിയല്ലേ, ആദ്യരാത്രി താൻ ഉറങ്ങിപ്പോയി, ഉറങ്ങാൻ പാടില്ലായിരുന്നു. എന്റെ ഭഗവാൻ ഇനി എന്ത് ചെയ്യും? ആകെപ്പാ ടെൻഷനായി. ആദ്യരാത്രി താൻ കൊളവാക്കിയോ? ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന ദിവസമായിരുന്നല്ലോ. എന്റെ ദൈവം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നോർത്ത് ആകെപ്പാടെ വെപ്രാളമായി ശ്രീദേവിക്ക്. ശ്രീദേവി പെട്ടെന്ന് ആനന്ദന്റെ കാലെ തൊട്ടെടുത്ത് മാപ്പ് പറയണം. എന്നോട് ക്ഷമിക്കുക ആനന്ദേട്ടാ, ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയത്. പെട്ടെന്ന് ആനന്ദൻ ഞെട്ടി എഴുന്നേറ്റു. എന്താ ശ്രീദേവി ചോദിക്കാം. അതെ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഉറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടലോട് കൂടിയിട്ട് ആനന്ദ് ശ്രീദേവിനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.